എന്തിനാണ് നാം വചനം കേൾക്കേണ്ടത്? ഞാൻ പെട്ടെന്ന് കമ്പി വാചകങ്ങളിൽ നാലഞ്ച് കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ആമേൻ, ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ മറ്റു പല ഭാഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും സമയത്തിന്റെ പരിനിമിത്തം ചുരുക്കി പറയാണ്. ഒന്നാമത് നാം ഈ വചനം കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ വചനം അനുസരിക്കുന്നതിന്റെ കാര്യം ജീവൻ പ്രാപിക്കുവാൻ. ഒന്ന്, മനുഷ്യൻ വചനം കേൾക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വചനം അനുസരിക്കണമെന്ന് പറയുന്നത് ചോദിച്ചാൽ, നിനക്ക് നിത്യജീവൻ, നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാനാണ്. രണ്ട്, നാം നന്നായിരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. ആവർത്തന പുസ്തകം തന്നെ 4-ാം അധ്യായം 40-ാം വാക്യവും 6-ാം അധ്യായം 3-ാം വാക്യവും 18-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയൂ, നീ നന്നായിരിക്കുവാൻ ഈ വചനം നിന്നോട് അരുളി ചെയ്യുന്നു. അപ്പം ഈ ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നത് അല്ലെങ്കിൽ നാം അനുസരിക്കേണ്ടത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും നന്നായിരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നു. മൂന്നാമത്, ഈ വചനം നാം കേൾക്കേണ്ടത് അല്ലെങ്കിൽ ഇത് വചനം അനുസരിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? നമുക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ. നമുക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കണമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 3-ാം അധ്യായം 2-ാം വാക്യവും സദൃശവാക്യം 4-ാം അധ്യായം 10-ാം വാക്യവും ഒക്കെ നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, നീ ദീർഘായുസോടിരിക്കാൻ ഈ വചനം അനുസരിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി 4-ാമത്തെ കാര്യം, ഈ വചനം നാം അനുസരിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ നാലാമത് നമുക്കുണ്ടാകുന്നത് ദൈവ ഭയം നമുക്കുണ്ടാകുവാനേ തീരും. ഇന്ന് ലോകത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ദൈവ ഭയം എന്നുള്ളത്. അതുകൊണ്ട് നാം ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തില്, അവന്റെ കുടുംബത്തിൽ തന്നെ വ്യത്യാസമുണ്ടാകും. അവന്റെ തലമുറ, അവന്റെ മക്കളും ഈ ദൈവത്തെ ഭയപ്പെടുവാനേ തീരും. നാം ഈ ദൈവത്തെ ഭയപ്പെട്ട ഈ ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ ദൈവഭയം, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ കേൾക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ അറിയുന്നൊരു ദൈവമുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകുവാനിടയായി തീരും. ഇനി 5-ാമത്തെ കാര്യം, ആമേൻ, നല്ല ദേശം നേടുവാൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം നേടുവാൻ. ആമേൻ. പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ കനാൻ ദേശമാണ് നല്ല ദേശം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു, ആമേൻ, നമുക്ക് സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ ഈ സത്യവചനത്തെ നാം അനുസരിപ്പാനിടയായി തീരണം. ആമേൻ. നല്ല ദേശം, ആമേൻ, അല്ലെങ്കിൽ നല്ല രാജ്യം, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ തിരുവചനം അനുസരിക്കേണ്ടത്. അതുകൊണ്ട് ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ 5 കാര്യങ്ങളെ ഒതുക്കി ഞാൻ ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു.